ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല സന്തോഷത്തോടെ തന്നെയാണ് കല്യാണിയും കാർത്തികയും കാദംബരിയും നിൽക്കുന്നത്. അപ്പോൾ കല്യാണി, ദേവി, എൻ്റെ അച്ഛന് ആഗ്രഹം പോലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാനുള്ളൊരു അവസരം നീയായിട്ട് ഉണ്ടാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി കരയുക. ഈ സമയമാണെങ്കിൽ കാർത്തിക, എന്താ കല്യാണി, എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓരോന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും. അവസാനം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവർ പ്രസാദം മേടിക്കാനായിട്ട് പൂജാരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ, തിരുമേനി, അച്ഛൻ ഇങ്ങോട്ടൊന്നും വന്നില്ലേ? ഇല്ല, 2 ദിവസമായി കണ്ടിട്ട്, ഇങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല. പിന്നെ അന്ന് ഇടയ്ക്കൊക്കെ കർക്കിടക മാസത്തിൽ ഇവിടെ വന്ന് രാമായണം വായിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവസാന നാളുകളിൽ അതിമനോഹരമായിട്ടാണ് രാമായണമൊക്കെ വായിച്ചത്. നല്ല രസമായിരുന്നു കേൾക്കാൻ. ഞങ്ങളൊക്കെ ഇവിടെ കേട്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഒരു വിവരം ഇല്ലാതെഞ്ഞിട്ടാണോ എന്നോട് ചോദിച്ചത്? അതേ തിരുമേനി, അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറേണ്ടി വന്നു എന്നാ അച്ഛൻ പറഞ്ഞത്. അയ്യോ, അപ്പോൾ ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? എവിടെ പോയി, എങ്ങോട്ട് പോയി, എന്തിനു പോയി എന്നൊക്കെ. ഇപ്പോൾ ഒരു സത്യം പറയട്ടെ മോളെ, ഇപ്പോൾ പഴയ അച്ഛനല്ല നിങ്ങളുടേത്. അയാളുടെ സ്വഭാവം നന്നായിട്ട് മാറിയിട്ടുണ്ട്. സത്യമായിട്ടും അപ്പം ഞങ്ങൾക്ക് വിശ്വസിക്കാമോ തിരുമേനി എന്നും കാദംബരി ചോദിക്കുക. വിശ്വസിക്കാം. അയാളിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, അയാളെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവി കാണിച്ചു തരുന്നതൊക്കെ പ്രകാശമാണ്. അതെ, അയാളുടെ മനസ്സ് മാറി എന്നുള്ള പ്രകാശം. പിന്നെ മുമ്പൊക്കെ അയാളും അയാളുടെ മോനും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇരുട്ടായിരുന്നു. അതിനർത്ഥം പ്രകാശൻ മാറിയെന്ന് തന്നെയാണ്. സ്വന്തം അച്ഛൻ ഇപ്പോൾ പെൺമക്കളെ തിരിച്ചറിഞ്ഞു, അവരാണ് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ അയാളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. അയാൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണം, അതാണ് നല്ലത്. പിന്നെ തിരുമേനി, ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ. അന്ന് അയാളുടെ ഒരു മകനുണ്ട്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പരോളിന്. ആ സമയത്ത് അവൻ അയാളുടെ കൂടെ താമസിച്ചത്. ആ ഒരു പേടി ഞങ്ങൾക്കുണ്ട് തിരുമേനി. എന്തായാലും ഞാൻ പറയുന്നത് സത്യമാണ്. അയാളുടെ മനസ്സ് മാറിയെന്നുള്ള കാര്യം. അത് മാത്രമല്ല, അയാളെപ്പോലെ ഇപ്പം മക്കളെ സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. എപ്പോൾ വന്നാലും നിങ്ങൾക്കുള്ള പൂജകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഒരു പക്ഷേ ഇത്രയും നാളും അദ്ദേഹം ചെയ്തതൊക്കെ ആലോചിച്ച് അദ്ദേഹം വിഷമിക്കുന്നുണ്ടാവും. എല്ലാം കൊണ്ടും നിങ്ങളുടെ ഭാഗ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ. സത്യമാണോ തിരുമേനി? സത്യമാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ മനുഷ്യൻ്റെ കാര്യമാണ്. എപ്പം മാറും, എങ്ങനെ മാറും എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് അളന്നെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്താ പറയുക, എനിക്കിപ്പോൾ പറയാനുള്ളത് അയാൾ മാറിയെന്നുള്ള സത്യമാണ്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒന്നും എനിക്ക് ചിന്തിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനി അങ്ങ് പോവുക. കേട്ടോ ചേച്ചി? കേട്ടില്ലേ തിരുമേനി പറഞ്ഞത്? അച്ഛൻ ഇപ്പോൾ ഒരുപാട് മാറി. അച്ഛനിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല. അച്ഛനിപ്പോൾ അങ്ങനെ ആരെയും ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. അത് മാത്രമല്ല, നമ്മൾ പെൺമക്കളെ അച്ഛൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയൊക്കെ ഇനി വിശ്വസിക്കണം. ഒരിക്കലും അച്ഛനെ തള്ളിപ്പറയരുത്. എൻ്റെ കല്യാണി, തിരുമേനിയോട് എന്തു പറഞ്ഞാലും തിരുമേനി അത് നമ്മളോട് പറയുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ തിരുമേനിയുടെ മുൻപിൽ കാണിച്ച് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കുന്നത് ശരിയല്ല കല്യാണി. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അച്ഛനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജയിലിൽ കിടക്കുന്നവനെ കൂടെ താമസിപ്പിച്ച് അവന് നമ്മളോടുള്ള പ്രതികാരം തീർക്കാൻ ചിലപ്പോൾ അയാൾ കൂട്ടുനിൽക്കുകയാണെങ്കിലോ. അതുകൊണ്ട് അങ്ങനെ കണ്ണുടച്ചൊന്നും വിശ്വസിക്കേണ്ട. അത് നല്ലതിനല്ല. അത് നമുക്ക് ദോഷമേ ചെയ്യും. അതുകൊണ്ട് അയാളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപാട് നാൾ നിന്നേക്കാൾ കൂടുതൽ ഞാൻ അയാളെ അറിഞ്ഞതാ. എൻ്റെ കൂടെ ആയിരുന്നല്ലോ കുറേ നാൾ. എങ്ങനെയുള്ളവനാണ്, എങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നെല്ലാം അറിയാം. അങ്ങനെയുള്ളപ്പോൾ അയാളെ നമ്മൾ കണ്ണുടച്ച് വിശ്വസിച്ചാൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. തിരുവോണമായിട്ട് ആരും അയാളുടെ കാര്യങ്ങളെടുത്തിടണ്ട, നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കാറിൽ കയറി പോവുക. ഈ സമയമാണെങ്കിൽ പ്രകാശനെ കാണിക്കുന്നത്. ദാഹിച്ച് വരണ്ടു. ആ ബസ് സ്റ്റാൻഡിൽ ആരുമില്ല. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഭക്ഷണമില്ല, കുടിക്കാനെടുത്തുള്ളി വെള്ളം പോലും ഇല്ല. കുപ്പി തുറന്ന് നോക്കിയപ്പോൾ കുപ്പി കാലി. അതിനകത്ത് ഒരിറ്റ് വെള്ളം പോലും കിട്ടാനില്ല. ഈ സമയം ഒരു നായ വന്ന് അവിടെ നിൽക്കുക.
ആ നായയോടും സംസാരിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കണം. നായയാണെങ്കിൽ വാലാട്ടിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നിൽക്കുകയും ചെയ്യണം. ഈ സമയമാണെങ്കിൽ കല്യാണിയും കാർത്തികയും കാദംബരിയും കാറിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രകാശനിരിക്കുന്ന കാഴ്ച കൊണ്ട് കല്യാണി നിർത്തിക്കേ കാറ് നിർത്ത്. അപ്പോൾ കാറ് നിർത്തി. കല്യാണി അതിൽ നിന്നും ഇറങ്ങി. 3 പേരും ഇറങ്ങി. ആഹാ, എൻ്റെ എന്താ മക്കളെ, എവിടെ പോയിട്ട് വരിക? ഞങ്ങൾ തിരുവോണമായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരിക അച്ഛാ. അവിടെ ചെന്നപ്പോഴാണ് അച്ഛനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാന്ന് തിരുമേനി പറഞ്ഞത്. അച്ഛനെ കാണണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ എവിടെ ഇരിക്കുന്നത് കണ്ടത്. ആ, എന്തായാലും വന്നതല്ലേ, അച്ഛൻ കയറ്, കാറിലേക്ക് കയറ്. എങ്ങോട്ടാ മോളെ? ആ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ, അച്ഛൻ ആകെ മുഷിഞ്ഞിരിക്കുക. ഈ മുഷിഞ്ഞ വേഷത്തിൽ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല. ദേ അച്ഛാ, അച്ഛൻ എങ്ങനെ മുഷിഞ്ഞിരുന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ആ, എന്തായാലും അച്ഛൻ കാറിലേക്ക് കയറ്. ദേ, നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടൊന്നും അല്ല വിളിക്കുന്നേ, നിങ്ങൾ ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങളുടെ കല്യാണി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല, വേറെ തീരുമാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതെ നിൽക്കുന്നത്. ദേ, നിങ്ങളിപ്പം ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടാനില്ല. പിന്നെ തിരുവോണമായിട്ട് അച്ഛനെ കടത്തിണ്ണയിൽ കിടത്തിയെന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് വേണ്ട, ഒരു ദോഷവും വേണ്ട. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. വന്ന് വണ്ടി കയറാൻ നോക്ക്. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, വേണ്ട മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് മാത്രമല്ല, അവിടെ ദീപയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ ഞാനൊരു അന്യൻ തന്നെയാണ്. അവർക്കൊന്നും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ആരുടെയും സ്നേഹം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ കിട്ടുമായിരുന്നു. പല പ്രാവശ്യം അതിനുള്ള അവസരവും നിങ്ങൾക്ക് വന്നതാ. പക്ഷെ എല്ലാ അവസരവും മിസ്സാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തൻ. അതുകൊണ്ട് നിങ്ങളിനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അധികമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ഇനി ഒരിക്കലും പഴയ സന്തോഷങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല. പിന്നെ അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയവനെ കൂടെ താമസിപ്പിച്ച് അവൻ്റെ സന്തോഷം മാത്രം കണ്ട് നിങ്ങൾ ജീവിച്ചവനാ. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടം സത്യമാണോ കള്ളമാണോ എന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? മോളെ, മോളെ, സത്യമായിട്ടും ദേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലായതാ എൻ്റെ പെൺമക്കളെ എന്താണ്, അവൻ എന്താണെന്നൊക്കെ. അവനെ ഞാൻ ഇഷ്ടം പോലെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ ആഗ്രഹിച്ചതൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ട്. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്ന് ഞാൻ ഈ തെരുവിൽ താമസിക്കുന്നതിൻ്റെ കാരണക്കാരനും അവൻ ഒറ്റൊരുത്തനാ. അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും എനിക്കിനി സ്നേഹിക്കാൻ കഴിയില്ല മക്കളെ. പിന്നെ ഞാൻ അവനെ കൂടെ നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്തായാലും വണ്ടിയിലോട്ട് കയറച്ച, അച്ഛൻ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നും പറഞ്ഞ് കല്യാണി പ്രകാശനോട് വണ്ടിയിൽ കയറാൻ പറയുക. ഈ സമയം കല്യാണിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ കിരൺ വന്നു. അടിപൊളിയായിട്ടുണ്ടല്ലോ. അത് പിന്നെ പ്രത്യേകം പറയണോ? പൂക്കളം വരച്ചത് കല്യാണി മോള് പൂക്കളം വരച്ചതുകൊണ്ട് പൂവിടാൻ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ എന്തായാലും കല്യാണി മോളിട്ട ഡിസൈൻ ഒന്നൊന്നര ഡിസൈൻ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ദീപയൊക്കെ ഇങ്ങനെ കല്യാണിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം എന്തായാലും ഈ വർഷത്തെ ഓണം ഒന്ന് പൊടി പൊടിക്കണം, അടിപൊളിയാക്കണം. ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിനകത്താണ് നമ്മുടെ ഗംഗാപ്രസാദും രാഹുലും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാലും നാളെ എൻ്റെ മോളെ കാണാൻ എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഉത്രാട ദിനമായിട്ട് ഒരു പരോളിനുള്ള കോളുണ്ടെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട്. അങ്ങനെ പറഞ്ഞാണെങ്കിൽ നല്ലതായിരിക്കുന്നേ. ഉത്രാട ദിനത്തിൽ അങ്കിൾ ചെന്ന് അങ്കിളെ മോളുടെയും അങ്കിളുടെ പേരക്കുട്ടിയുടെയും കൂടെ ഇരുന്ന് തിരുവോണ സദ്യ കഴിക്കേ. അത് കേട്ടതും അത് ശരിയാണ്. എന്തായാലും എൻ്റെ മോളുടെ ജീവിതം തന്നെ തകർന്നു. കാരണം അതുപോലൊരു രാക്ഷസനാണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മനോഹർ, അവനെപ്പോലെ ഒരുത്തൻ ഒരിക്കലും എൻ്റെ മോളെ പൊന്നുപോലെ നോക്കില്ല. അവൻ അവളെ വേദനിപ്പിക്കത്തേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ ഗംഗെ. എൻ്റെ മോള് അവളൊരു പാവമായിരുന്നു. അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് അവളെ എല്ലാം കൊണ്ടും തകർത്തവനെ എനിക്കൊരിക്കലും അങ്ങ് കണ്ണുടച്ച് സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. അവൻ മരിക്കണം. എൻ്റെ മോളെ തകർത്ത അവളുടെ ജീവിതം ഇല്ലാതാക്കിയവൻ ഈ ലോകത്തു നിന്ന് തന്നെ പോണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്കിൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അവൻ പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, അവൻ പോയാൽ അങ്കിളുടെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതുക. അല്ലാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്കിളുടെ മോളുടെ ജീവിതം നല്ല നിലയിലാകണമെങ്കിൽ അവൻ അങ്കിളുടെ അടുത്തൊന്നും പോകണമല്ലോ. അതുകൊണ്ട് പൊയ്ക്കോട്ടെ. അങ്കിളെ, ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ഒരു ചെന്നായയാണ്, ഒരു ചെന്നായ.
അതുകൊണ്ട് അവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോയവൻ പോയ വഴിക്ക് പോട്ടെ. ഇനി അവനെ തിരിച്ചു വിളിച്ചുകൊണ്ടൊന്നും മനസ്സ് മാറ്റിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ശരിയാടാ ഗംഗെ. എന്ത് ചെയ്യാനാ, എൻ്റെ മോളുടെ ജീവിതം താറുമാറായി. ആ സങ്കടത്തിൽ ഞാനിങ്ങനെ ജീവിക്കുക, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കട ഗംഗെ, നിനക്ക് അവനെ തീർക്കാൻ പറ്റുമോടാ? അവൻ ഈ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ തീർത്തിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നീർനായി അവൻ അതേടോ, കടലിൽ നിന്നും പൊങ്ങി വന്ന് പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോയി ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്ന വെറും നീർനായാണ് എൻ്റെ കൂട്ടുകാരൻ മനോഹർ എന്നും ഗംഗാപ്രസാദും ആലോചിക്കുകയാണ്. ഈ സമയം പിന്നീട് അവർ പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാദംബരിയും കാർത്തികയും കല്യാണിയും കൂടെ കാറിൽ വരിക. മക്കളെത്തിയല്ലോ മോളെ, ദേ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോള് വരച്ചിട്ട് പോയതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു എന്നും നമ്മുടെ ദീപ അത് കേട്ടതും കല്യാണി, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പം എല്ലാവരും അതിശയത്തോടെ കാറിലേക്ക് നോക്കുക. അപ്പോൾ കാറിൻ്റെ ഡോറ് തുറന്ന് കല്യാണി, വാച്ചാ വാ എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടതും ദീപയ്ക്കും നമ്മുടെ ലക്ഷ്മിക്കും ദേഷ്യം വരിക. മോളെ, നിന്നോടല്ലേ പറഞ്ഞത് ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന്, പിന്നെ എന്തിനാ ഇയാളെ വിളിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾ വരുമ്പോൾ അച്ഛൻ കടത്തിണ്ണയിലിരിക്കുമായിരുന്നു, അതുകൊണ്ട് സങ്കടം കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാ. അത് കേട്ടതും അപ്പം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയതല്ല, ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞ് പോയിട്ട് കാട്ടിൽ നിന്ന് കടുവയും കൂട്ടിയിട്ടാണോ വന്നത്? അപ്പം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുക. ഈ സമയം സാരമില്ല അച്ഛാ, പേടിക്കണ്ട, ഇവരൊക്കെ ഇങ്ങനെ പറയുമെന്ന് അച്ഛനറിയാമല്ലോ, അച്ഛൻ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം എന്താ കല്യാണി, ഇയാളോട് ഇപ്പോൾ ഒരു സ്നേഹം? ദേ അധികം ഇയാളെ സ്നേഹിക്കണ്ട. ഇയാൾ വന്നത് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇയാളെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അത് കേട്ടതും മോനെ അങ്ങനെ പറയരുത്, ഞാനിപ്പോൾ പഴയ പ്രകാശനല്ല, എൻ്റെ മനസ്സ് ഒരുപാട് മാറി. എനിക്കിപ്പോൾ അങ്ങനെ ആരെയും കൊല്ലണമെന്നൊന്നുമില്ല. എൻ്റെ പെൺമക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം, ഒരു നേരത്തെ ആഹാരം അവർക്ക് കൂട്ടണം, അത്രയേ ഉള്ളൂ എന്നും പ്രകാശൻ നെഞ്ചത്ത് കൈവച്ച് പറയാ. തന്നെ അങ്ങനെ കണ്ണോടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഏതു നേരവും മകന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന താൻ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുകൊണ്ടും എൻ്റെ മകളെ വേദനിപ്പിക്കാനാണ് തൻ്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല പ്രകാശ എന്നും ലക്ഷ്മി അത് കേട്ടതും, ഇല്ല, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ പെൺമക്കളെ വിഷമിപ്പിക്കില്ല, അവരാണ് എൻ്റെ എല്ലാം, അവരാണ് എൻ്റെ ജീവൻ. ഇങ്ങനെ തന്നെയായിരുന്നു വിക്രത്തിൻ്റെ കാര്യത്തിലും താൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഇയാളെ കൊണ്ട് തിരിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അത് കേട്ടതും അതൊക്കെ ഞാൻ ചെയ്തോളാം മോനെ. പിന്നെ എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ കുറ്റമൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ് കല്യാണി, ബാത്റൂം കാണിച്ചു കൊടുക്ക്, അകത്ത് കയറി കുളിച്ചിട്ടൊക്കെ വാ. അത് കേട്ടതും അയ്യോ വേണ്ട മോനെ, ഞാനിരുന്നിടത്ത് വെള്ളമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനാകെ മുഷിഞ്ഞിരിക്കുക, പല്ല് പോലും തേച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിച്ചോളാം. ശരീരം മുഷിഞ്ഞു എന്ന് കരുതിയോ ഡ്രസ്സ് അഴുക്കാണെന്ന് കരുതിയോ ഈ വീട്ടിൽ കയറുന്നതിൽ ഒരു വിലക്കുമില്ല. ശരീരം മുഷിഞ്ഞവരെയും ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റിയിരുത്തി ഭക്ഷണം കൊടുക്കാറുണ്ട്, പിന്നെ അവരുടെ മനസ്സ് മുഷിഞ്ഞതാവാതിരുന്നാൽ മതി. എന്തുകൊണ്ടും ദേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇന്നിവിടെ തിരുവോണം കൂടാൻ വന്നു, ഈ സന്തോഷം നിങ്ങൾക്ക് മനസ്സിൽ മാത്രമോ ഇല്ലെങ്കിൽ അത് പുറത്ത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണെങ്കിൽ അതൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടേ അകത്തേക്ക് വരാവൂ. ഒരിക്കലും ഇല്ല മോനെ, ഞാൻ മനസ്സറിഞ്ഞ് തന്നെയാണ് എൻ്റെ പെമ്മക്കളുടെ കൂടെ ഇരുന്ന് തിരുവോണം ഉണ്ണാൻ വരുന്നത്. ആര് കണ്ടു, സൂക്ഷിക്കണം. സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇയാളെയൊക്കെ പേടിക്കുക തന്നെയാണ് വേണ്ടത് എന്നും രതീഷ്. അത് കേട്ടതും രതീഷ് ഏട്ടാ വേണ്ട എന്നും കല്യാണി. നിനക്ക് വിഷമമുണ്ടാവും കല്യാണി, പക്ഷെ ഇയാൾ ചെയ്തതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പറഞ്ഞോട്ടെ മോളെ, അവർ പറഞ്ഞോട്ടെ, അവർക്കത് പറയാനുള്ള ഇതുണ്ട്. കാരണം അത്രയ്ക്ക് ദ്രോഹമല്ലേ ഞാൻ എല്ലാവരോടും ചെയ്തത്. മോള് മാത്രമാണ് എന്നോട് ക്ഷമിച്ചത്. അതെ, കല്യാണി മാത്രമാണ് നിങ്ങളോട് ക്ഷമിച്ചത്. വേറെ ആര് ക്ഷമിച്ചാലും നിങ്ങളോട് ക്ഷമിക്കാൻ കല്യാണിക്കേ പറ്റൂ, വേറെ ആർക്കും കഴിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിക്ക് ഒരു ആപത്ത് വരുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതോടുകൂടെ അവസാനിക്കും നിങ്ങളുടെ ജീവിതം. ഒരിക്കലുമില്ല, എൻ്റെ കല്യാണി മോൾക്ക് ആപത്ത് വരാനല്ല, ആപത്തിൽ നിന്നും അവളെ രക്ഷിക്കാനേ ഇനി ഞാൻ നോക്കൂ എന്നും പ്രകാശൻ. അത് കേട്ടതും അതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ജയിലിൽ നിന്നൊരുത്തം പറന്നു വന്നപ്പോൾ അതറിയാത്ത പോലെ നിന്നാണെങ്കിലോ? ഒരിക്കലുമില്ല, സത്യമായിട്ടും ഞാനത് അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു സംഭവം നടക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുൻകൂട്ടി കല്യാണി മോളെ വിളിച്ച് ഞാൻ എല്ലാം പറയുമായിരുന്നു, എല്ലാം. പക്ഷേ ഒന്നും അറിഞ്ഞില്ല മോനെ, എന്നെ ഒന്ന് വിശ്വസിക്കേ. അത് കേട്ടതും വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. കല്യാണി മോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. കല്യാണി ചെല്ല്, വിളിച്ചോണ്ട് പോവാച്ചനെ. ബാച്ചാ നിക്ക്, അപ്പുറത്തെ വീട് നിങ്ങൾ കണ്ടോ?
അതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പുറത്തുള്ള എൻ്റെ മോളെയും മരുമോനെയും ഒരുപാട് വേദനിപ്പിക്കാൻ ശ്രമിച്ചവരാ അവർ. അങ്ങനെയുള്ള അവർക്കിപ്പോൾ കിട്ടുന്നത് അവർ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ്. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം അവള് പ്രാന്താശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത പാപങ്ങളെല്ലാം തലയ്ക്ക് മീതെ കിടന്ന് ഇതുപോലെ വേദനയായിട്ട് ഒരു ദിവസം വീണ്ടും നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കും. അത് ചിന്തിച്ചുകൊണ്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നും പറയാ. അത് കേട്ടതും പ്രകാശൻ ഒന്ന് ചിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.